വണക്കം. പൊളിമിക്സ് ആരംഭിക്കുകയാണ്. ഏവർക്കും സ്വാഗതം. ആലപ്പുഴ പട്ടണത്തിൽ അതിമധുരം വിതറുന്നത് കണ്ടുകൊണ്ടാണ് പൊളിമിക്സ് ആരംഭിക്കുന്നത്. നവകേരളത്തിൻ്റെ തുടക്കമാണ് ഒരു മധുരം. പതിവ് പോലെ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും നിയുക്ത മന്ത്രിമാർ വലിയ ചുടുകാട്ടിലെത്തി രക്തസാക്ഷികളെ കണ്ടു. നവകേരള നായകൻ ഇതേ ദിവസം മറ്റൊരു കാരണം കണ്ടെത്തി വേണ്ടപ്പെട്ടവർക്കെല്ലാം മധുരം കൊടുത്തു. അതാണ് പൊളിമിക്സിനെ ഏറെ രസിപ്പിച്ചത്. എല്ലാവർക്കും ഒരു മധുരം തരുന്നുണ്ട്. ആദ്യം എന്ത് വകയാണെന്ന് പറയാൻ കഴിയും ആർക്കെങ്കിലും? ഇന്നാണ് എൻ്റെ പിറന്നാൾ. അത് ഇതേവരെ രഹസ്യമായിട്ട് വെച്ചതാണ്. സത്യം പറയാലോ, പിണറായി വിജയൻ്റെ കാരിരുമ്പ് പോലുള്ള കമ്മ്യൂണിസ്റ്റ് മനസ്സിനുള്ളിൽ ഇങ്ങനെയൊരു ലഡു ഒളിപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യം പൊളിമിക്സ് കരുതിയതേയല്ല. കേരളത്തിൻ്റെ ചരിത്രത്തിലെ ശ്രദ്ധേയമായൊരു ദിനമാണല്ലോ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മന്ത്രിസഭ വീണ്ടും ഒരിക്കൽ കൂടി അധികാരത്തിൽ വരുന്ന ദിനമാണ് നാളെ. ജനങ്ങൾ പുറംതിരിഞ്ഞു നിന്നാൽ ജനാധിപത്യ പ്രക്രിയ പൂർണ്ണമാവില്ല. അപ്പോൾ ജനങ്ങളുടെ സഹകരണമാണ് ജനാധിപത്യ പ്രക്രിയയെ ശക്തിപ്പെടുത്തുന്നത്. ജനങ്ങളെതിരായി എന്നുള്ള തോന്നലില്ല. ജനങ്ങൾ എതിരാണെങ്കിൽ ഞാൻ ഇത്രയും വോട്ടിനെങ്ങനെയാണ് ജയിക്കുന്നത്? തെരഞ്ഞെടുപ്പ് നല്ല വീറോടെയും വാശിയോടെയും തന്നെയാണ് നടന്നത്. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇപ്പോൾ വിവിധ പാർട്ടികളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവർ അവർ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞു. ഇപ്പോൾ ഭൂരിപക്ഷം ലഭിച്ച മുന്നണി മന്ത്രിസഭയുണ്ടാക്കും. ഇനി വേണ്ടത് നമ്മുടെ നാടിനെ കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് നയിക്കണം. ജനനന്മയ്ക്കും നാടിൻ്റെ ഒരുമയ്ക്കും വേണ്ടിയുള്ള ഒന്നുചേർന്ന പ്രവർത്തനം, അതാണ് ഇനി നമ്മുടെ നാട്ടിൽ ആവശ്യമായിട്ടുള്ളത്. കഴിഞ്ഞ 5 വർഷക്കാലം UDF കേരളത്തിനൊരു അജണ്ട സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് വികസനം, 2 സമൂഹത്തിൽ പ്രത്യേക പരിഗണന വേണ്ട ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പുതിയ പുതിയ പരിപാടികൾ, അത് തുടരണം. അത് കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തണം. ഒരു കാര്യത്തിൽ എല്ലാവർക്കും വ്യക്തതയുണ്ടാവും. ജാതി മത വ്യത്യാസം ഉണ്ടാകില്ല. എന്നാൽ മറ്റൊരു കാര്യം, സർക്കാരിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് നേരത്തെ തന്നെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുക. കക്ഷി രാഷ്ട്രീയ വ്യത്യാസവും ഉണ്ടാവില്ല. അല്ല, ഞാൻ അതൊക്കെ ഇനിയും കൂടുതൽ വിലയിരുത്തി കഴിയുമ്പോഴേ അറിയാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് നന്മയുടെ, നീതിയുടെ,
സമൃദ്ധിയുടെ, സാഹോദര്യത്തിൻ്റെ, സമാധാനത്തിൻ്റെ, പുരോഗതിയുടെ ഒരു കാലം ഇവിടെ ഉണ്ടാവണം. ഞാൻ 5 വർഷത്തെ അനുഭവങ്ങളും ഉണ്ട്. അങ്ങനെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത ആളാണെന്നും പറഞ്ഞ് ചിലർ രംഗപ്രവേശം ചെയ്താൽ അതും ഒരു അഴിമതിയുടെ രീതിയാണ്. ചില പുള്ളിക്കാരങ്ങനെ നടക്കുന്നുണ്ടെന്ന് ഞാൻ കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അഡ്വാൻസ് ആയിട്ട് പറയുന്നത്. ആ നടക്കുന്നവർക്കും എൻ്റെ രീതി അറിയില്ലായിരിക്കും, ചെന്ന് ബന്ധപ്പെടുന്നവർക്കും ചിലപ്പോൾ അറിയാൻ വഴിയില്ലായിരിക്കും. ഞാൻ കേട്ടത് ഇപ്പോൾ അടുത്ത ദിവസം കേട്ടൊരു കാര്യം, ഒരാൾ ഹൈദരാബാദിൽ പോയി. അപ്പോൾ അയാളുടെ സുഹൃത്തിനോട് പറയുകയാണ്, അപ്പം ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നുണ്ട്, അയാൾ പറഞ്ഞതാണ് ഞാൻ പറയുന്നത്, അത് മുഖ്യമന്ത്രി പറഞ്ഞിട്ട് പോയതാണ്. അത്തരൊരു അപ്പോൾ ഈ ആരോടാണോ പറഞ്ഞത് അദ്ദേഹത്തിന് എന്നെ അറിയാം, അത് ഇതുണ്ടാവില്ല എന്നും അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരാൾ പറഞ്ഞ് നടക്കുന്നുണ്ട് കേട്ടോ. പറഞ്ഞയാളെ ഞാൻ പറയുന്നില്ല, പക്ഷെ അദ്ദേഹത്തിന് മനസ്സിലാവുമല്ലോ. ഇപ്പോൾ ഇത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇമാതിരി കുറേ അവതാരങ്ങളുണ്ടാവും. അത്തരം അവതാരങ്ങളെ നമ്മൾ എപ്പോഴും സൂക്ഷിച്ചു നിൽക്കേണ്ടതായിട്ടുണ്ട്. തികച്ചും തെറ്റായിട്ടുള്ള സംഗതിയാണ്. അത്തരം കാര്യങ്ങളടക്കം ശ്രദ്ധിക്കുന്ന ഒരു മന്ത്രിസഭയായിരിക്കും ഈ മന്ത്രിസഭ. ക്രിയാത്മകമായിട്ടുള്ള പൂർണ്ണ പിന്തുണ UDFിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നും അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്തെങ്കിലും നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് ശ്രദ്ധയിൽപ്പെടുത്താനും മടിക്കണ്ട. അപ്പോൾ അങ്ങനെ ആ ചരിത്രം ആരംഭിക്കുകയാണ്. ഒരു ജനകീയനായ മുഖ്യമന്ത്രിയായി അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ തുടക്കം തന്നെ അതിഗംഭീരമായി. അതുകൊണ്ട് അദ്ദേഹത്തെ അഭിനന്ദിക്കാതിരിക്കും. ഉഴവൂർ വിജയന്റെ വാക്കുകൾക്ക് അടിവരയിടുക എന്നതല്ലാതെ പൊളിമിക്സിന് ഇനി ഒന്നും ചെയ്യാനില്ല. ഈ ഗംഭീരമായ തുടക്കത്തിന് ഉമ്മൻചാണ്ടി പോലും ക്രിയാത്മക പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണല്ലോ. ഈ തരുണത്തിൽ പൊളിമിക്സിന് ഉമ്മൻചാണ്ടിയോടാണ് ഒരു ഉപദേശം തേടാനുള്ളത്. ഇനി എന്താണ് പൊളിമിക്സ് ചെയ്യേണ്ടത്? നിങ്ങളും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. എനിക്ക് ചെയ്തതുപോലെയല്ല, നാടിന് പ്രയോജനം ഉണ്ടാകത്തക്ക വിധത്തിൽ, നാടിന് പ്രയോജനമുണ്ടാകുന്ന വിധം ഭരണം നടത്താൻ ഈ സമ്പൂർണ്ണ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിനെ ദൈവം തുണക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പൊളിമിക്സ് ഒരു ഇടവേളയിലേക്ക് കടക്കുകയാണ്. അത് കഴിഞ്ഞാൽ തോറ്റവരുടെ സുവിശേഷം കേൾക്കാം. സമ്പൂർണമായി പരാജയപ്പെട്ട ഒരാളെയാണ് ആദ്യമായി കാണാനുള്ളത്. KPCCയുടെ ആരാധ്യനായ പ്രസിഡന്റിനെ. കാട്ടുകള്ളന്മാരെന്ന് താൻ തന്നെ മുദ്ര കുത്തിയ ഒരു സംഘം മന്ത്രിമാരെ ജയിപ്പിക്കാനായി നാട് മുഴുവൻ ഓടി നടന്നു പ്രസംഗിച്ച ധീരനെ, അവർ ജയിച്ചു വന്നിട്ട് അഴിമതിരഹിത ഭരണം കാഴ്ചവെക്കുമെന്ന് പ്രഖ്യാപിച്ച സുധീരനെ. തെരഞ്ഞെടുപ്പ് രംഗത്ത് പരാജയമുണ്ടാകാം, വിജയമുണ്ടാകാം, ഇതൊന്നൊരു പുതിയ കാര്യമല്ല. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ ശരിയായി വിലയിരുത്തി അതിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി, ആവശ്യമായ തിരുത്തലുകൾ വരുത്തി മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് പാർട്ടിയുടെ നയം. തോറ്റു കഴിഞ്ഞാൽ അന്വേഷിക്കാനായി സമിതിയെ വെക്കുന്നതും KPCCക്ക് പുതിയ കാര്യമല്ലല്ലോ സാർ. ഇത്തവണത്തെ സമിതിയായോ? സമിതിയെക്കുറിച്ചൊരാശയം വന്നിരുന്നു. അപ്പോൾ നമുക്ക് അടുത്ത മീറ്റിംഗ് എത്രയും പെട്ടെന്ന് വിളിച്ചതുകൊണ്ട് ഇപ്പോൾ സമിതിയുടെ പ്രത്യേകമായ പ്രസക്തിയില്ല. അതിനുശേഷം വേണമെങ്കിൽ പ്രത്യേകമായ കേസുകൾ പരിശോധിക്കുന്നതിന് അപ്പോൾ അതേക്കുറിച്ച് അതിനുശേഷം ആലോചിക്കാം. പ്രത്യേകമായ കേസുകൾ എന്നാൽ UDF സംഭൂജി സ്ഥാനത്തേക്ക് പിന്മാറി പൂജനീയ രാജഗോപാൽജിയെ MLA ആക്കി കൊടുത്ത നിയമമോ മറ്റോ ആണോ? നിയമത്തിൻ്റെ കാര്യം ഉൾപ്പെടെയാണ്. നിയമത്തിൻ്റെ കാര്യം ഉൾപ്പെടെ നമ്മുടെ തെരഞ്ഞെടുപ്പ് പരാജയം എല്ലാം വളരെ ഗൗരവമുള്ളതാണ്. പക്ഷേ നിയമത്തിൻ്റെ കാര്യം കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. വോട്ടിംഗ് കഴിഞ്ഞതിന് ശേഷവും പ്രസിഡന്റ് അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ഉറപ്പിച്ചു പറഞ്ഞിരുന്നത് UDF തിരിച്ചു വരും എന്നാണല്ലോ. ജനത്തിൻ്റെ മനസ്സിലിരിപ്പ് പാർട്ടിക്ക് പിടികിട്ടിയില്ല എന്നല്ലേ ഇതിനർത്ഥം? അല്ല, അത് നമുക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലാണ് അത് വന്നിട്ടുള്ളത്. ആ ഇൻഫർമേഷൻ കറക്റ്റ് ആയിരുന്നില്ല. മലയാളത്തിൽ പറഞ്ഞാൽ പാർട്ടി സംവിധാനം എന്നൊന്ന് ഈ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനുണ്ടായിരുന്നില്ല. അല്ല, അത് ശരിയായി പറഞ്ഞാൽ അതെന്താണ് എന്നുള്ളത് ചർച്ചയുടെ വിഷയമാണ്. കാരണം നമുക്ക് കിട്ടുന്ന ഡിസ്ട്രിക്ട് കോൺഗ്രസ് കമ്മിറ്റികളുടെ റിപ്പോർട്ട്, സ്ഥാനാർത്ഥികളുടെ റിപ്പോർട്ട്,
അവർക്ക് വേണ്ടി പ്രവർത്തിച്ചവരുടെ റിപ്പോർട്ടൊക്കെ ആ രീതിയിലാണ് വന്നത്. സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിച്ചവരുടെ റിപ്പോർട്ട് എടുക്കാൻ വലിയ വിഷമമൊന്നുമില്ലല്ലോ. പ്രവർത്തിച്ചവരാരാണ് എന്ന് നമുക്കറിയാം. ഒരാൾ KPCCയുടെ മുൻ പ്രസിഡന്റായിരുന്നു. ചടയമംഗലത്ത് പോയി MMSനെ ജയിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചതിന് പൊളിമിക്സ് സാക്ഷിയാണ്. ഇതാണ് അതിൻ്റെ റിപ്പോർട്ട്. MMS വിജയിച്ചാൽ കേവലം MLA മാത്രമായിരിക്കില്ല എന്ന് കൂടി പറയാൻ ഇതിലപ്പുറം രമേശ് ചെന്നിത്തല എന്തു പ്രവർത്തിക്കാനാണ്? പാവം ഹസൻജി, അദ്ദേഹം കേവലം ഒരു MLA പോലുമായില്ല. എന്തിനേറെ പറയുന്നു, നമ്മുടെ KPCC പ്രസിഡന്റ് തന്നെ ഇതിലും വലിയ പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ടല്ലോ. തച്ചടി പ്രഭാകരനും അതുപോലെ തന്നെ തുണ്ടതിൽ കുഞ്ഞീഷമുള്ള ചേട്ടനും ഹേമേന്ദ്രൻ വക്കീലും ആ ഒരു വലിയ നിര നമ്മുടെ കായംകുളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആ ഒരു പഴയ കാല പ്രതാപത്തിന് ശേഷം അവരൊക്കെ നയിച്ചൊരു കാലഘട്ടത്തിന് ശേഷം പിന്നീട് ശ്രീ ഹസൻ ഇവിടെ വന്നു ജനപ്രതിനിധിയായി ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ ഓർക്കുന്നു. അതിനുശേഷം 10 വർഷക്കാലമായി നമുക്കൊരു ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കാൻ സാധിച്ചിട്ടില്ല. ഏതായാലും ലിജു അതിനൊരു നിമിത്തമാകട്ടെ നമ്മുടെ ആഗ്രഹത്തിന്, നമ്മുടെ പ്രതീക്ഷകൾക്ക്. ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും മാത്രമല്ലല്ലോ പ്രസിഡന്റ്, അങ്ങ് കായംകുളത്ത് നടത്തിയ പ്രവചനം ഓർമ്മയില്ലേ? എനിക്ക് യാതൊരു സംശയമില്ല, നല്ല മാർജിനോടുകൂടി, അഭിമാനകരമായ മാർജിനോടുകൂടി ലിജു കേരള നിയമസഭയിലേക്ക് പോകും എന്നുള്ളത് എനിക്ക് പൂർണ്ണമായ ഉറപ്പാണ്. KPCC പ്രസിഡന്റിന്റെ ഉറപ്പ് ഇങ്ങനെയാണെങ്കിൽ പിന്നെ പാവം DCC പ്രസിഡന്റുമാരോട് ഉറപ്പ് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. അതിലും നല്ലത് തോറ്റ MLA-മാരോട് നേരിട്ടങ്ങ് ചോദിക്കുകയാണ്. തൃപ്പൂണിത്തുറയിലെ എൻ്റെ തോൽവി LDF പോലും പ്രതീക്ഷിക്കാത്തൊരു തോൽവിയാണ്. അതിനകത്ത് പ്രധാനമായിട്ട് ഉണ്ടായത് തോൽവി തന്നെയാണ്. ഞാനത് പരാജയം ജനവിധി അംഗീകരിക്കുകയും ചെയ്തു. അതിനെക്കുറിച്ച് പിന്നെ ഇനി എന്ത് ന്യായം പറഞ്ഞാലും ഒരു കാര്യമില്ല. പക്ഷെ അതിനകത്ത് ഉണ്ടായ കാര്യം ഞങ്ങളത് അനലൈസ് ചെയ്തപ്പോൾ ഉണ്ടായ 4-5 കാരണങ്ങളുണ്ട്. ആ മുഖം അത്രയൊക്കെ മതി. കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് എണ്ണി പറ. ഒന്ന്, BJPയുടെ വോട്ട് പാർലമെൻറ്റ് ഇലക്ഷന് 16,500 ഇപ്പോൾ 29,800. അപ്പോൾ ഈ 16,500 കഴിഞ്ഞ് അവിടെ പ്രധാനമന്ത്രി വരികയും ചെയ്തു. പ്രധാനമന്ത്രി വന്ന മധ്യ കേരളത്തിലെ ഏക സ്ഥലം തൃപ്പൂണിത്തുറയായിരുന്നു. അപ്പോൾ ഒരു BJPയിലേക്ക് ഈ BDJSൻ്റെ സാന്നിധ്യം കൂടി ഉണ്ടായപ്പോൾ BJPക്ക് പ്രതീക്ഷിക്കാത്ത അത്രയും വോട്ടുകൾ ലഭിച്ചു. ചുരുക്കി പറഞ്ഞാൽ കാലങ്ങളായി കിട്ടിക്കൊണ്ടിരുന്ന SNDP വോട്ട് സ്വാഹ. അതിത്തവണ വെള്ളാപ്പള്ളി നടേശ ഗുരുദേവൻ കുടത്തിലേക്ക് ആവാഹിച്ചു. അപ്പോൾ അവർ 16,000 വോട്ടാണ് പാർലമെൻറ്റിൽ പിടിച്ചത്. അവരൊരു 5,000 വോട്ട് 25,000 വോട്ട് വരെ പിടിച്ചാലും എനിക്ക് ജയിക്കാൻ സാധിക്കുമെന്ന്. പക്ഷേ കണക്കൂട്ടലിനപ്പുറം അവർ വോട്ട് പിടിക്കും. 2, ഈ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിൻ്റെ സമുദായം, പിന്നോക്ക സമുദായങ്ങളിൽ നിന്നും രാഷ്ട്രീയത്തിന് അതീതമായി ലഭിച്ചുകൊണ്ടിരുന്ന വോട്ടുകളും BDJSൻ്റെ സാന്നിധ്യത്തിൽ വളരെയധികം നഷ്ടപ്പെട്ടൊരു സാഹചര്യം ഉണ്ടായി. ആകെ മൊത്തം നോക്കിയാൽ BJPയും BDJSും മാത്രമാണോ തോൽപ്പിച്ചത്? അവർ അവരുടെ വോട്ടും LDF അവരുടെ വോട്ടും പിടിച്ചാലും കോൺഗ്രസിന് സ്വന്തമായി വോട്ടില്ലേ? അവരുടെ LDFും BJPയും ഒരുപോലെ പ്രചരിപ്പിച്ചൊരു കാര്യം, പാർട്ടിക്ക് വേണ്ടാത്ത ഒരു സ്ഥാനാർത്ഥിയെ നമുക്ക് വേണം. അപ്പം ഞാനൊരു മോശക്കാരനായിട്ട് ചിത്രീകരിക്കാൻ ഇടതുപക്ഷത്തിനും BJPക്കും ഒരുപാട് നിലപാടുകൾ പ്രയോജനപ്പെട്ടു. ഇതിലേതെങ്കിലും ഒരു ഘടകമില്ലായിരുന്നെങ്കിൽ ഞാൻ ജയിക്കുകയും ചെയ്യും. കാരണം 4,400 വോട്ടിനാണ് തോറ്റത്. പാവം ബാബു, സുധീരൻ്റെ ആദർശത്തിൻ്റെ ഇരയാണ് ഈ പഴയ KSU ഫൈറ്റർ. തൃപ്പൂണിത്തുറ നിയോജകമണ്ഡലം ഒരു LDF കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. ബേസിക്കലായിട്ട് എറണാകുളം ജില്ലയിലെ CPMൻ്റെ ഏറ്റവും വലിയ കോട്ട എന്ന് പറയുന്നത് തൃപ്പൂണിത്തുറയാണ്. അത് പഴയ തൃപ്പൂണിത്തുറ ഞാൻ പിന്നീട് 4-5 തെരഞ്ഞെടുപ്പുകൾ കൊണ്ട് മാറ്റിയെടുത്തായിരുന്നു. പഴയ തൃപ്പൂണിത്തുറ അല്ല ഇപ്പോൾ പുതിയ തൃപ്പൂണിത്തുറ. തൃപ്പൂണിത്തുറ പഴയ തൃപ്പൂണിത്തുറയല്ല, പക്ഷേ ബാബു പഴയ ബാബു തന്നെയല്ലേ? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2011 യഥാർത്ഥത്തിൽ ഞാൻ അവിടെ നിൽക്കാൻ
കാരണം എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറഞ്ഞാൽ അപ്പുറത്താണ്, ഇവർക്കറിയാം. ഇവിടെ ഉള്ള പല സുഹൃത്തുക്കൾക്കും അതറിയാം. ഇപ്പം പറയുന്നതല്ല, അന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിൽക്കാനാണ് ഞാൻ ആഗ്രഹിച്ചതും, അതാണ് ആ നിലയ്ക്കാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ടി വിയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുക, ഞാൻ തൃപ്പൂണിത്തുറ എന്ന് പറഞ്ഞു. ഫൈൻ, സ്ഥാനാർത്ഥി നിർണ്ണയം കഴിഞ്ഞ് നേതാക്കന്മാരെല്ലാം ഡൽഹിയിൽ നിന്ന് എയർപോർട്ടിലേക്ക് മടങ്ങുന്നു. അപ്പോൾ ഞാൻ ചില നേതാക്കന്മാരോട് വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, തൃപ്പൂണിത്തുറ ഞാൻ നിന്നാൽ മാത്രമേ ജയിക്കുകയുള്ളൂ, അതാണ് ഒരു സർവേ റിപ്പോർട്ട്. അതുകൊണ്ട് ഞാൻ അവിടെ നിൽക്കണമെന്ന് പറഞ്ഞു. ഞാനവിടെ നിൽക്കുകയും ചെയ്തു. അപ്പം അന്ന് നന്നായിട്ട് വിജയിച്ചു. ബാബുവായിട്ട് LDFിൽ നിന്ന് പിടിച്ചെടുത്ത തൃപ്പൂണിത്തുറ ബാബുവായിട്ട് കൊണ്ടുപോയി കളഞ്ഞു എന്ന് കൂട്ടിയാൽ മതിയല്ലോ. അങ്ങനെ തോൽക്കാൻ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ കാരണങ്ങളുണ്ടാകും. ഇതിലപ്പുറം ഇനി എന്ത് ആലോചിക്കാനാണ് പ്രസിഡന്റേ? ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. കാരണം മറ്റൊന്നുമല്ല, കോൺഗ്രസ് ഈ ഒരു പരാജയപ്പെടുന്നത് ആദ്യമായിട്ടല്ല. ഒരുപക്ഷേ ഏറ്റവും കനത്ത പരാജയമുണ്ടായി എന്ന് പറയാവുന്നത് 67 9 സീറ്റ്. അന്ന് സപ്തമുന്നണിക്ക് 117 സീറ്റും കോൺഗ്രസിന് 9 സീറ്റ് കിട്ടി. അതിൽ നിന്നും തിരിച്ചു വന്ന പാരമ്പര്യമാണ് കോൺഗ്രസിനുള്ളത്. അതിൽ നിന്ന് തിരിച്ചു വന്നത് അന്ന് നിയമസഭയിൽ പുതിയൊരു ലീഡറെ കിട്ടിയത് കൊണ്ടായിരുന്നു. കെ കരുണാകരൻ എന്ന ലീഡറെ. അതേപോലെയുള്ളൊരു ലീഡറെ കണ്ടെത്താൻ വിധി കോൺഗ്രസിനെ തുണക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പൊളിമിക്സ് ഒരു ഇടവേളയിലേക്ക് കടക്കുകയാണ്. അത് കഴിഞ്ഞാൽ ജയിച്ചു കുടുങ്ങിയവരെ കാണാം. ഒന്നിലധികം സീറ്റിൽ ജയിച്ചതുകൊണ്ട് കുഴങ്ങിപ്പോയ ഒരു വലിയ പാർട്ടിയുടെ എളിയ പ്രസിഡന്റാണ് ഉഴവൂർ വിജയൻ. പാർട്ടിക്ക് മന്ത്രി ഉണ്ടാകും എന്ന് മുന്നണി നേരത്തെ അറിയിച്ചിരുന്നുവെങ്കിലും മന്ത്രിയെ തീരുമാനിക്കാൻ ഒരുപാട് താമസിച്ചുപോയി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മന്ത്രിസഭയിലെ NCPയുടെ പ്രതിനിധിയായി AK ശശീന്ദ്രനെ പ്രഖ്യാപിക്കുന്നു. AK ശശീന്ദ്രൻ എന്ന് പറഞ്ഞാൽ AK ആന്റണിയുടെ അനുജനായിട്ട് വരുമോ? അത്രയും കടുകട്ടി ആദർശമാണോ? AK ശശീന്ദ്രനെ കുറിച്ച് ഞാൻ നിങ്ങൾ ആരോടും പറയേണ്ട കാര്യമില്ല. അദ്ദേഹം ഇലത്തൂരിൻ്റെ പ്രതിനിധിയാണ് കോഴിക്കോട് ജില്ലയിൽ. കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം 29,000-ൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടു കൂടിയാണ് അദ്ദേഹം വിജയിച്ചിട്ടുള്ളത്. അദ്ദേഹം വളരെയധികം നല്ല നിലയിലുള്ള പ്രവർത്തനമാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പൊതുരംഗത്ത് നടത്തിയിട്ടുള്ളത്. ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പാർട്ടിയുടെ മറ്റൊരു MLA ആയ ശ്രീ തോമസ് ചാണ്ടിയും അദ്ദേഹവും ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വത്താണ്. അതുതന്നെയാണ് ആ പാർട്ടിക്ക് പറ്റിയ കുഴപ്പവും. ഒരു സ്വത്തും ഒരു മുത്തുമാണ് അതിലെ MLA-മാർ. രണ്ടുപേരും മന്ത്രിമാരാകാൻ യോഗ്യർ, രണ്ടുപേരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറുമല്ല. അതിനാൽ ഊഴമിട്ട് മന്ത്രിമാരാക്കാം എന്ന ധാരണ എത്തിയ ശേഷമാണ് ഈ വൈകിയ വേളയിലെ പ്രഖ്യാപനം. അങ്ങനെ ഒരു വിഷയമേ ഇപ്പോൾ സംഘടനാപരമായി പല കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അതിപ്പോൾ ഏത് ചർച്ച വരുമ്പോഴും പാർട്ടിക്കുള്ളിൽ വരും. പക്ഷേ അങ്ങനെയുള്ള തീരുമാനം ഒന്നും ഇവിടെ പറയാനില്ല. AK ശശീന്ദ്രനായിരിക്കും LDF മന്ത്രിസഭയിലെ NCPയുടെ പ്രതിനിധി. അപ്പോൾ കുട്ടനാട്ടിലെ പുതിയ കായൽ രാജാവ് തോമസ് ചാണ്ടി മന്ത്രിയാകാൻ പോരാത്തവനാണോ? അതല്ല, അത് രണ്ടുപേരും ഒരുപോലെയാണ്. സിദ്ദിഖ് ലാൽ എന്നൊക്കെ പറയില്ലേ സംവിധാനത്തിലൊക്കെ, എന്ന് പറയുന്ന പോലെ ആർക്കും ഒരു കുറവും ഇല്ല. എന്നാൽ പ്രസിഡന്റ് പറ, AK ശശീന്ദ്രൻ എത്ര വർഷം മന്ത്രിയായിരിക്കും? അല്ല, അതിപ്പോൾ ആരെക്കുറിച്ചാലും പറയാൻ പറ്റും. ഇപ്പം ഞാനിപ്പോൾ എത്ര വർഷം ഉണ്ടാവും എന്ന് എനിക്കിവിടെ ഈ പത്രസമ്മേളനത്തിൽ പറയാൻ പറ്റുമോ? നമ്മുടെയൊക്കെ കാര്യം അങ്ങനെയല്ലേ. അടുത്ത തവണ പത്രസമ്മേളനത്തിൽ വരുമ്പോൾ ഇവിടെ ആരെങ്കിലും ചിലപ്പോൾ കണ്ടില്ലെങ്കിൽ അതൊക്കെ അങ്ങനെ, അതൊക്കെ മനുഷ്യ സഹജമാണ്. കേന്ദ്ര മന്ത്രിസഭയിലാണേലും ഒക്കെ ഓരോ ഇതൊക്കെ സമയം അനുസരിച്ച് ഓരോന്ന്, മനുഷ്യൻ്റെ ഒന്നും ഒരു കാര്യവും നമ്മൾ ഇവിടെ പ്രവചിക്കാൻ പറ്റത്തില്ല. എന്നാൽ പോട്ടെ, NCPയുടെ വകുപ്പ് എന്തായിരിക്കും? അതെങ്കിലും പറ. വകുപ്പ് ജനങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പുകളാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. നാളെയാണ് അതിൻ്റെ ചർച്ച. അപ്പോൾ ജനങ്ങളുമായി ബന്ധപ്പെടാത്ത വകുപ്പുകളുണ്ടോ മന്ത്രിസഭയിൽ? ജനങ്ങളുമായി ബന്ധപ്പെടാത്ത എന്ന് പറഞ്ഞാൽ എല്ലാ വകുപ്പും ഒരുപോലെയാണ്. പക്ഷേ ചില കാര്യങ്ങളിൽ ഇപ്പോൾ സാധാരണക്കാരെ ബാധിക്കുന്ന വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളുണ്ടല്ലോ, കൃഷി, ജലസേചനം, അങ്ങനെയൊക്കെയുള്ള വരുന്നത്. അത് നന്നാകും. ജലസേചന വകുപ്പായാൽ മന്ത്രിസ്ഥാനം AK ശശീന്ദ്രനും അതിൻ്റെ ഗുണം തോമസ് ചാണ്ടിക്കും ഗംഭീരമാകും എന്ന് വിചാരിച്ച് ഞങ്ങൾ ചോദിക്കുന്ന വകുപ്പ് കിട്ടിയില്ലെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇടയുന്നു എന്ന വാർത്ത നിങ്ങൾ കൊടുക്കേണ്ടി വരില്ല. അത് സീറ്റ് തീരുമാനിച്ചപ്പോഴും ഞങ്ങൾ ഇടഞ്ഞിട്ടില്ല. എന്നാൽ ഇനി
ശരിക്കും ഇടഞ്ഞ ഒരാളെ കാണാം. ഇത്തവണ മന്ത്രിയാകേണ്ട എന്ന് പാർട്ടി തീരുമാനിച്ചപ്പോൾ ഇടഞ്ഞ ഗജവീരനെ, നെടുമങ്ങാട് ദിവാകരനെ. ഈ ഭരണത്തിനിടയിൽ കൊടുത്താൽ ശരിയാവില്ല, അതുകൊണ്ട് കുറച്ച് കഴിയട്ടെ. എന്താണ് ഇങ്ങനെ ഒരു പാർട്ടിയുടെ തീരുമാനത്തെക്കുറിച്ചുള്ള എൻ്റെ പ്രതികരണം കുറേ സാവകാശം കഴിഞ്ഞ് ഉണ്ടാകും. തൽക്കാലം പ്രതികരിക്കുന്നില്ല. തൽക്കാലം ചിഹ്നം വിളിക്കുന്നില്ലെങ്കിലും ദിവാകരൻ കുറുമ്പിൽ തന്നെയാണ്. അല്ലെങ്കിലും CPIയുടെ ഒന്നാം പാപ്പാനായി കാനത്തെ രാജേന്ദ്രൻ വന്നപ്പോഴേ പൊളിമിക്സ് ഉറപ്പിച്ചതാണ് ദിവാകരനെ ചട്ടം പഠിപ്പിക്കുമെന്ന്. അതൊക്കെ പാർട്ടിയുടെ അധികാര പരിധിയിലുള്ളതാണ്. പാർട്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്നത് ചെയ്യണമെന്ന് പാർട്ടിയിൽ ആളുകൾ നിർദ്ദേശിക്കുന്നത് ശരിയല്ല. അതെല്ലാം എല്ലാ ഘടകങ്ങളും പരിശോധിച്ചായിരിക്കും പാർട്ടി തീരുമാനം എടുത്തത്. പാർട്ടിയിൽ നിൽക്കുന്നിടത്തോളം കാലം പാർട്ടിയുടെ തീരുമാനങ്ങൾക്ക് വിധേയനാണ് ഞാൻ എന്നും. പാർട്ടിയിൽ നിൽക്കുന്നിടത്തോളം കാലം എന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ലാത്തൊരു കാലം ഉണ്ടാകുമോ? അതും ദിവാകരൻ ഉണ്ടാകുമോ? പാർട്ടി CPI അല്ലേ? അതിൻ്റെ സൽപ്പേര് തന്നെ അതിലെ അംഗങ്ങളുടെ അചഞ്ചലമായ കമ്മ്യൂണിസ്റ്റ് ബോധമല്ലേ? അല്ല, അതിപ്പോൾ ഈ മന്ത്രിമാരെ തീരുമാനിച്ചതിന് സ്വീകരിച്ച മാനദണ്ഡങ്ങൾ, അത് സ്വീകരിച്ച ആളുകളുടെ അവരുടെ ഒരു ബോധത്തിന് ഞാൻ വിട്ടിരിക്കുകയാണ്. പിന്നെ സങ്കടം നെടുമങ്ങാട്ടെ CPIക്കാരെ ഓർത്താണ്. അവർ 5 വർഷക്കാലം പോഷകാഹാരം കഴിക്കാമെന്ന് കരുതിയാണ് ദിവാകരൻ അണ്ണനെ ജയിപ്പിച്ചെടുത്തത്. ദിവാകരനെ ഓർത്തല്ല പൊളിമിക്സിന് സങ്കടം. രാഷ്ട്രീയ മഹാവിശാരദനായ ജോൺ ബ്രിട്ടാസിനെ ഓർത്താണ്. അദ്ദേഹത്തിൻ്റെ പ്രവചനം ഇപ്പോഴും പൊളിമിക്സിനെ കോൾമേർ കൊള്ളിക്കുന്നുണ്ട്. വളരെ സുതാര്യമായിട്ട് ജനങ്ങളുടെ പ്രശ്നങ്ങളും പ്രതിസന്ധിയും പരിഹരിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് ആ വെബ്സൈറ്റിൽ ഒരുക്കിയിരിക്കുന്നത്. എനിക്കൊന്ന് കൂട്ടിച്ചേർക്കാനേ ഉള്ളൂ. അദ്ദേഹം MLA ആയിട്ട് മാത്രമല്ല, അദ്ദേഹം മന്ത്രിയായി കഴിഞ്ഞും അത് നിലനിർത്തണമെന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് എനിക്ക് വെക്കാനുള്ളത്. അത് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം കൊണ്ടായിരിക്കും അദ്ദേഹത്തിന് അത് പറയാൻ കഴിയാതിരുന്നത്, ശ്രീ പ്രകാശ് ബാബുവിന്. പക്ഷെ അദ്ദേഹത്തിന് അത് പറയാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന് സംഘടനാ രീതി അനുസരിച്ച് അദ്ദേഹം അക്കാര്യങ്ങളിലൊക്കെ ഒരു ചിട്ട അനുവർത്തിക്കേണ്ട ആളായതുകൊണ്ട് അത് പറഞ്ഞില്ലെങ്കിലും എനിക്ക് പറയാൻ പ്രത്യേകിച്ച് തടസ്സമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനത് കൃത്യമായിട്ട് പറയുകയാണ്. ദിവാകരന് പറ്റിയ അബദ്ധം പൊളിമിക്സിന് പറ്റില്ല എന്നുറപ്പാണ്. ജോൺ ബ്രിട്ടാസിന് പറ്റിയ അബദ്ധം പറ്റാതിരിക്കാൻ കാത്തുരക്ഷിക്കണേ എന്ന് പാർട്ടി പരമ്പര ദൈവങ്ങളോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഏർപ്പാട് ഇവിടെ നിർത്തുന്നു. ഇനി നവകേരളം ഉദിച്ച ശേഷം കാണാം. നന്ദി, നമസ്കാരം.